കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതായത് ഓരോ മാസവും സാലറി അക്കൗണ്ടിൽ വന്ന് കുറച്ച് ദിവസം മാത്രമേ അക്കൗണ്ടിൽ പൈസ കിടക്കുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ചിലവാക്കി കഴിഞ്ഞിട്ട് മാസാവസാനം ആകുമ്പോഴത്തേക്ക് പൈസയൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക? സാലറി തന്നെ ഓൾറെഡി തികയുന്നില്ല, എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്ത് പോകുന്നതെന്നാണ് അവൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു പ്രശ്നം ഇത് അവൻ മാത്രം നേരിടുന്ന ഒരു പ്രശ്നമല്ല, ഒരുപാട് ആൾക്കാർ, നിങ്ങളിൽ ചിലരും പലരും ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പൊ ആ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം, ലഭ്യമായ സാലറിയെ എങ്ങനെ മാനേജ് ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റിനും മറ്റ് ലൈഫ് ഗോൾസിനും വേണ്ടിയിട്ടുള്ള തുക മാറ്റി വെക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു സയൻസ് സിസ്റ്റം ഒന്നുമല്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ എക്സ്പെൻസസിനെ മേനെ ഒന്ന് പ്ലാൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക് ഇന്ന് കവർ ചെയ്യാം. ഹായ്, എൻ്റെ പേര് അരുൺ. ബേസിക്കലി ഞാനൊരു എഞ്ചിനീയർ ആണ് ആൻഡ് ദ ഫൗണ്ടർ ഓഫ് ദ പ്ലാൻഡ് ലൈഫ്. അപ്പോൾ വിഷയം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അക്കൗണ്ടിൽ പൈസ വരുന്നുണ്ട്, പക്ഷെ മാസാവസാനം ആകുമ്പോഴത്തേക്ക് അക്കൗണ്ടിൽ പൈസ ഒന്നുമില്ല. പിന്നെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മളുടെ വ്യക്തി, നമുക്ക് എൻ്റെ ഫ്രണ്ടിന്റെ പേര് രമേശ് എന്ന് വിളിക്കാം. അപ്പൊ രമേശിന്റെ ഏകദേശം സാലറി എന്ന് പറഞ്ഞാൽ ഒരു മാസം 50,000 രൂപ നെറ്റ് സാലറി ആയിട്ട്, അതായത് എല്ലാ പിടുത്തവും കഴിഞ്ഞിട്ട് അക്കൗണ്ടിൽ വരുന്നുണ്ട്. ഈ 50,000 രൂപയിൽ നിന്നാണ് അദ്ദേഹത്തിന് മന്ത്ലി എക്സ്പെൻസസ്, ഓരോ മാസത്തെയും ചെലവുകൾ കഴിക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ അദ്ദേഹത്തിന് ഒരുപാട് ലൈഫ് ഗോൾസ് ഉണ്ട്. ട്രാവൽ ചെയ്യണമെന്നുണ്ട്, അതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യണമെന്നുണ്ട്, ഒരു കാർ വാങ്ങണമെന്നുണ്ട്, അങ്ങനെ ഒരുപാട് ലൈഫ് ഗോൾസ് ഉണ്ട്. ഇതിനെല്ലാം പൈസ മാറ്റി വെക്കേണ്ടത് ഈ 50,000 രൂപയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഓരോ മാസം കഴിയുന്തോറും ഈ 50,000 രൂപ പോലും കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. സാലറി അക്കൗണ്ടിൽ വരുന്നു, എക്സ്പെൻസസ് കഴിയുന്നു, മറ്റ് സ്പെൻഡിങ്ങുകൾ, ഫുഡ് പുറത്ത് കഴിക്കുന്നു, അങ്ങനെ സ്പെൻഡിങ്ങുകൾ വരുന്നു. അവസാനം മാസാവസാനം ആകുമ്പോഴത്തേക്ക് ഒന്നും കയ്യിലില്ല. പിന്നെ എവിടെ നിന്നാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? കാരണം നമ്മൾ അടുത്ത മാസം ആദ്യം മുതൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാലും പൈസ, ലഭിക്കുന്ന സാലറി പോലും തികയുന്നില്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാനാണ് എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. അപ്പൊ നമുക്ക് രമേശിനെ ഇതിനുള്ള കൃത്യമായിട്ട് ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കാം. ഇതിന്റെ ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് ഒരു 3 ബക്കറ്റ് സ്ട്രാറ്റജിയാണ്. 3 ബക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു മിനിമം ക്രൈറ്റീരിയ. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് 2 ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ റെക്കമെൻഡ് ചെയ്യുന്നത് 3 ബാങ്ക് അക്കൗണ്ടുകളാണ്. അപ്പോൾ 3 ബാങ്ക് അക്കൗണ്ടുകളെ നമുക്ക് 3 ബക്കറ്റുകളാക്കി തിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി വരുന്നത് ഒരു അക്കൗണ്ടിലാണ്. ആ അക്കൗണ്ടിനെ നമുക്ക് സാലറി അക്കൗണ്ട് എന്ന് വിളിക്കാം. രണ്ടാമത്തെ ബക്കറ്റിനെ നമ്മുടെ എക്സ്പെൻസസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ അക്കൗണ്ട് എന്ന് വിളിക്കാം. അപ്പൊ ഈ രണ്ടാമത്തെ ബക്കറ്റ്. മൂന്നാമത്തത് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. ഇത് ഓപ്ഷണൽ ആണ്, പക്ഷെ എല്ലാവർക്കും ഒരു പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ 3 ബക്കറ്റുകളിലേക്ക് നമുക്ക് കിട്ടുന്ന സാലറിയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് ഈ സാലറിയെ മാനേജ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തത് സാലറി അക്കൗണ്ട്. ഈ അക്കൗണ്ടിലേക്കായിരിക്കും നിങ്ങളുടെ സാലറി വരുന്നുണ്ടാകുന്നത്. നിങ്ങളുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള ഗോൾസ്, മറ്റ് ലൈഫ് ഗോൾസിന് വേണ്ടിയിട്ടുള്ളത്, അതുപോലെ EMI കട്ടാവണം. അതായത് ഒരു മാസം ശമ്പളം വന്നിട്ട് ആദ്യത്തെ 1 മുതൽ ഒരു 5 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ആവുന്ന സംഭവങ്ങളെല്ലാം, ഓട്ടോമാറ്റിക്കലി കട്ടാവുന്ന എല്ലാ സംഭവങ്ങളും ഈ സാലറി അക്കൗണ്ടിൽ നിന്നാണ് പോകേണ്ടതായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എനിക്ക് ലോൺ ഉണ്ട്, ആ ലോണിന്റെ EMI 5-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതി കട്ടണം. അപ്പൊ അത് സാലറി അക്കൗണ്ടിൽ നിന്നാണ് കട്ടാവേണ്ടത്. നിങ്ങൾ ഇനി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കട്ടാവേണ്ടത് ഈ ഒരു സാലറി അക്കൗണ്ടിൽ നിന്നാണ്. അപ്പൊ ഏതാണ് സാലറി അക്കൗണ്ട്? സാലറി വരുന്ന അക്കൗണ്ട്, അതിൽ തന്നെ ഫിക്സഡ് ആയിട്ട് എല്ലാ മാസവും കട്ടാവുന്ന അക്കൗണ്ട് പൈസയാണ് സാലറി അക്കൗണ്ടിൽ കിടക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ രണ്ടാമത്തെ അക്കൗണ്ടാണ് ട്രാൻസാക്ഷൻ അക്കൗണ്ട്. ഈ ഒരു അക്കൗണ്ടിൽ നിന്നായിരിക്കും നമ്മൾ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള നമ്മുടെ എക്സ്പെൻസസുകൾ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഗ്രോസറി വാങ്ങുന്നത്, പാല് വാങ്ങുന്നത്, ഷോപ്പിംഗ് ചെയ്യുന്നത്, അങ്ങനെ നമ്മളുടെ ഒരു മാസം മൊത്തത്തിൽ നമ്മൾ വാരിയബിൾ ആയിട്ട് കിടക്കുന്ന എക്സ്പെൻസുകൾ, അതായത് ഷോപ്പിങ്ങിന്റെ ഭാഗമായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള എല്ലാ എക്സ്പെൻസുകളും, UPI ചെയ്യുന്നത്, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നടക്കുന്നത് ഈ ഒരു ട്രാൻസാക്ഷൻ അക്കൗണ്ടിലാണ്. ഈ ഒരു ട്രാൻസാക്ഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ മാസവും സാലറി കിട്ടുമ്പോൾ നമ്മുടെ എക്സ്പെൻസസിന് എത്രയാണോ പൈസ വേണ്ടത് അത്രയും പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാം. മൂന്നാമത്തെ അക്കൗണ്ട് എന്ന് വെച്ചാൽ പേഴ്സണൽ അക്കൗണ്ട് ആണ്. നിങ്ങൾ ഓരോ മാസവും ജോലി ചെയ്ത് ഒരു വരുമാനം നേടുന്നുണ്ട്. ഈ വരുമാനം നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള എക്സ്പെൻസസിന് മാത്രം കവറായി പോകുന്നു. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിമോട്ടിവേറ്റിംഗ് ആയി പോലെ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിന്, ഒരു വ്യക്തിപരമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയും പണം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള തുകയാണ് നമ്മൾ ഈ ഒരു പേഴ്സണൽ അക്കൗണ്ടിൽ നമുക്ക് ഇടാൻ വേണ്ടി പറ്റുക. പിന്നെ എന്തിനൊക്കെയാ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലുകളെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹോബീസിന് വേണ്ടി. ഇപ്പോൾ ചിത്രം വരക്കുന്ന ഒരാളാണെങ്കിൽ ക്യാൻവാസുകൾ വാങ്ങുന്നതിന് വേണ്ടി, പെയിന്റ് ഐറ്റംസ് വാങ്ങുന്നതിന് വേണ്ടി.
ഇപ്പൊ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും മറ്റുമൊക്കെ വാങ്ങുന്നതിന്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ എക്സ്പെൻസസുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ വളരെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ പർച്ചേസുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഐഡിയ എന്താ? നമ്മുടെ അക്കൗണ്ടിലേക്ക് സാലറി വരുന്നു. അപ്പൊ സാലറി വന്നതിൽ നിന്നും നമ്മൾ ട്രാൻസാക്ഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ കുറച്ച് എമൗണ്ട് മാറ്റി വെക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതൊരു കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് നോക്കാം, രമേശിന്റെ കേസിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ രമേശിന് കിട്ടുന്ന നെറ്റ് സാലറി എന്ന് പറഞ്ഞാൽ, അക്കൗണ്ടിലേക്ക് വരുന്ന സാലറി എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ്. ഈ 50,000 രൂപേനെ നമ്മൾ എന്ത് ചെയ്യണം? 3 ബക്കറ്റുകളിലേക്കായിട്ട് അലോക്കേറ്റ് ചെയ്യണം. ഇത് വരുന്ന സാലറി അക്കൗണ്ടിലാണ്. നമുക്കറിയാം നമ്മുടെ രമേശിന്റെ EMI എത്രയാണെന്ന് രമേശിന് അറിയാം, രമേശിന് എത്ര ഇൻവെസ്റ്റ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് രമേശിന് അറിയാം. അപ്പൊ ഈ തുക രമേശ് എന്ത് ചെയ്യും? രമേശിന്റെ സാലറി അക്കൗണ്ടിൽ തന്നെ കീപ്പ് ചെയ്യും. രമേശ് ട്രാൻസാക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് മന്ത്ലി എക്സ്പെൻസസിന് വേണ്ടിയിട്ടുള്ള പൈസയാണ്. അത് രമേശിന്റെ കേസിൽ 30,000 രൂപയാണ്. അപ്പൊ ഇതെങ്ങനെ അറിയാം? ഇത് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് ട്രാക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഓരോ മാസവും നിങ്ങൾക്ക് എത്ര പൈസയാണ് ചെലവാകുന്നത് എക്സ്പെൻസസിന് വേണ്ടിയിട്ട് എന്നുള്ളതിന് മേലെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. ആ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കണ്ടെത്താൻ പറ്റുള്ളൂ, ആ തുക അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതെങ്ങനെയാ കണ്ടെത്തുക? ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഏതെങ്കിലും ഒരു ആപ്പിലോ ഒക്കെ റെക്കോർഡ് ചെയ്യുക. ഒരുപാട് ഫ്രീ ആയിട്ടുള്ള എക്സ്പെൻസ് ട്രാക്കിംഗ് ആപ്പുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ഡെയിലി നടക്കുന്ന, ഇന്ന് പെട്രോൾ 2,000 രൂപ അടിച്ചു, അല്ലെങ്കിൽ ഇന്ന് ഗ്രോസറി 1,500 രൂപയ്ക്ക് വാങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഈ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ ഒരു മാസത്തെ ഡാറ്റ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ എന്റെ എക്സ്പെൻസ് ഏകദേശം ഇത്ര രൂപയാണ് എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ട് കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലേക്കും ഗൂഗിൾസിലേക്കൊക്കെ പൈസ മാറ്റി വെക്കാനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഒരു മാസം കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പെൻസ് കണ്ടുപിടിക്കാം. ഓർത്തു വെക്കുക, ഇത് അത്ര എളുപ്പമല്ല. ഓരോ ദിവസവും നമ്മുടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുക, അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറിയിൽ നിന്ന് ആ ഒരു സാലറിയിൽ നിന്ന് സർപ്ലസ് ഉണ്ടാക്കി അത് വെച്ച് ഗൂഗിൾസും ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ പ്ലാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള സ്റ്റെപ്പാണ് നിങ്ങളുടെ എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ രമേശിന്റെ കേസിൽ രമേശിന് അറിയാം 30,000 രൂപയാണ് രമേശിന് ഒരു മാസത്തേക്ക് ആവശ്യമായിട്ടുള്ളത് എക്സ്പെൻസിനായിട്ടുള്ളത്. രമേശ് എന്ത് ചെയ്യും? കിട്ടിയ സാലറി കിട്ടിയ അക്കൗണ്ടിൽ നിന്ന് 50,000 രൂപയിൽ നിന്ന് 30,000 രൂപ ഈ ഒരു ട്രാൻസാക്ഷൻ അക്കൗണ്ടിലേക്ക്, ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ 30,000 രൂപയാണ് എക്സ്പെൻസസിലായിട്ട് ഈ ഒരു മാസം രമേശിന് ചെലവിടാൻ വേണ്ടി പറ്റും. അതിലധികം തുക ചെലവിടാൻ വേണ്ടിയിട്ട് രമേശിന് പറ്റൂല. അപ്പൊ രമേശ് ചിന്തിച്ചാൽ മതി, എന്റെ സാലറി 30,000 രൂപയേ ഉള്ളൂ, ഇത് വെച്ചിട്ട് വേണം എന്റെ എക്സ്പെൻസസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അത് രമേശിന് ഓൾറെഡി അറിയുന്നത് കൊണ്ടാണ് രമേശ് 30,000 രൂപ ഇട്ടത്. നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ എക്സ്പെൻസസുകൾ നിങ്ങൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ രമേശ് 30,000 രൂപ അതിലേക്ക് ഇട്ടു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പേഴ്സണൽ അക്കൗണ്ട്, അല്ലെ, മൂന്നാമത്തെ അക്കൗണ്ട് ഉണ്ട്, നമ്മൾ പറഞ്ഞു അതിലേക്ക് ഇടണം എന്നുള്ളത്. അത് ഓരോരാളുടെ കപ്പാസിറ്റി താല്പര്യം അനുസരിച്ചാണ്. ചില ആൾക്കാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നും ഇടണം, മിനിമം ഒരു 1,000 രൂപയെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ദാറ്റ് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വാങ്ങണം എന്നോ ചെയ്യണം എന്നോ ഒക്കെ തോന്നുമ്പോൾ നമുക്ക് ഒരു മാസത്തിൽ ഒരു ഇത്രയെങ്കിലും തുക, ഒരു 1,000 രൂപയ്ക്കെങ്കിലും നമ്മൾ നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു തുക അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഇപ്പൊ ക്യാൻവാസ് ഒക്കെ വാങ്ങുന്നതാണെങ്കിൽ 1,000 രൂപക്ക് കാര്യമായിട്ടുള്ള ക്യാൻവാസുകളോ പെയിന്റ് ഐറ്റംസ് ഒന്നും കിട്ടില്ല. അപ്പൊ 2,000 രൂപ നിങ്ങളുടെ സാലറി അനുസരിച്ച്, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഈ ഒരു പേഴ്സണൽ സ്പെൻഡിങ് അക്കൗണ്ടിലേക്ക് തുക അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പൊ എത്ര രൂപയായി? രമേശിന്റെ കേസിൽ ഇപ്പൊ 1,000 രൂപയാണ് അദ്ദേഹം മാറ്റി വെക്കുന്നത്. അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള താല്പര്യങ്ങളോ ഒന്നുമില്ല, എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഈ താല്പര്യങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 31,000 രൂപയല്ലേ. ബാക്കിയുള്ള തുക അദ്ദേഹത്തിന്റെ സാലറി അക്കൗണ്ടിൽ തന്നെയാണ് കിടക്കുന്നത്. ഇനിയാണ് നമ്മൾ ഈ ഒരു തുകയാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട, ഒരു സാലറിഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരു അത്യാവശ്യം വരുവാണെങ്കിൽ, നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ എല്ലാ മാസവും കിട്ടുന്ന സാലറി നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പല പേഴ്സണൽ ലോണിന്റെ പിറകെ പോകേണ്ടി വരും. 11, 12, 14% പലിശക്ക് നമ്മൾ പേഴ്സണൽ ലോൺ എടുക്കേണ്ടി വരും. ചില ആൾക്കാരാണെങ്കിൽ ഇൻസ്റ്റന്റ് ലോണിന്റെ പിറകിൽ പോകും, 18 മുതൽ 24% പലിശക്ക് പോകേണ്ടി വരും. ചില ആൾക്കാർ ക്രെഡിറ്റ് കാർഡ് ലോണിന്റെ വില പോകും, 32, 34% പലിശക്ക് ലോൺ എടുക്കേണ്ടതായിട്ട് വരും. അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ, അതൊക്കെ ഡെപ്റ്റ് ട്രാപ്പുകളാണ്, കടക്കെണികളാണ്. അത്തരം ഡെപ്റ്റ് ട്രാപ്പുകൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒരു എമർജൻസി ഫണ്ട്, ഒരു അത്യാവശ്യ സാഹചര്യത്തിന് വേണ്ട തുക കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രൈമറി ഗോൾ ആയിട്ട് വേണ്ടത്. ഫിനാൻഷ്യൽ ഫ്രീഡത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് രമേശ് ഒരു 6,000 രൂപ മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു 6,000 രൂപ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അദ്ദേഹം എമർജൻസി ഫണ്ടിന് മാറ്റും. ഇത് സാലറി അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹം ഏതെങ്കിലും ഒരു ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിലേക്കോ മറ്റുമൊക്കെ ആയിരിക്കും അദ്ദേഹം മാറ്റി വെക്കുന്നുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള എമർജൻസി ഫണ്ട്, അതായത് വളരെ വേഗത്തിൽ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന, എക്സിറ്റ് ലോഡ് വളരെയധികം കുറഞ്ഞാൽ എക്സിറ്റ് ലോഡ് ഇല്ലാത്ത ഫണ്ടുകളിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. എമർജൻസി ഫണ്ട് അദ്ദേഹം 6,000 രൂപ മാറ്റി വെച്ചു.
ഇത് കൂടാതെ അദ്ദേഹത്തിന്റെ മറ്റൊരു ലൈഫ് ഗോൾസ്, ഉദാഹരണത്തിന് ഒരു കാർ വാങ്ങണം, കാറിന്റെ ഡൗൺ പേയ്മെന്റ് കൊടുക്കാനുണ്ട്. അതായത് കാർ വാങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം കുറച്ച് തുക കൊടുക്കും, ബാക്കി തുക നമുക്ക് ലോൺ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആദ്യം കൊടുക്കുന്ന ഡൗൺ പേയ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ മാസവും നമുക്ക് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടാണ് കാർ വാങ്ങേണ്ടത്. ഒരു വർഷം ഒരു 5000 രൂപ, ഒരു മാസം 5000 രൂപ വെച്ച് മാറ്റി വെച്ചാൽ ഒരു വർഷം 60,000 രൂപയായി. 2 വർഷം കൊണ്ട് 1,20,000 രൂപ നമുക്കുണ്ടാവും. അതിന്റെ ഇൻട്രസ്റ്റ്, അതിന്റെ ഗെയിനും നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 5000 രൂപ അദ്ദേഹം ഈ ഒരു ലൈഫ് ഗോൾസിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതും ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിലോ മറ്റുമൊക്കെ സാലറി അക്കൗണ്ടിൽ നിന്ന് SIP ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അടുത്തത് അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിലേക്ക്, അതായത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു 8000 രൂപ മാറ്റി വെക്കും, മന്ത്ലി SIP ആയിട്ട് മാറ്റി വെക്കുന്നു എന്നുള്ളതാണ്. അതും ഇത് ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക്, 1, 2, 3 മ്യൂച്വൽ ഫണ്ടുകളിലേക്കായിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ റിസ്ക് അനുസരിച്ച് അദ്ദേഹം മാറ്റി വെക്കുന്നുണ്ടാവാം. അപ്പൊ ഇത് എവിടുന്ന, സാലറി അക്കൗണ്ടിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഓട്ടോ ഡെബിറ്റ് ആവും. അപ്പൊ സാലറി അക്കൗണ്ടിൽ നിന്ന് വരുന്ന സാലറിയിൽ നിന്ന് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ, എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ EMI എന്തെങ്കിലും കട്ടാവുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തുകകൾ പോകും. ബാക്കിയുള്ള വളരെ തുച്ഛമായിട്ടുള്ള തുകയാണ് അവിടെ ബാക്കി ഉണ്ടാവും. രമേശിന്റെ കേസ് 1000 രൂപയോ മറ്റോ ബാക്കി ഉണ്ടാവും. അതേ സമയത്ത് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള തുക അവിടത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ അക്കൗണ്ടിൽ 30,000 രൂപയുള്ളൂ. ഈ 30,000 രൂപ വെച്ചിട്ടാണ് രമേശ് ഒരു മാസം ജീവിക്കാനായിട്ടുള്ളത്. അത് രമേശിന് നേരത്തെ അറിയാം, രമേശ് അതിനനുസരിച്ച് മാനേജ് ചെയ്യും എന്നുള്ളതാണ്. അതായത് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഒരു 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 ഫിക്സഡ് ആയിട്ടുള്ള സംഭവമല്ല. നമ്മുടെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 30,000 രൂപ ആണ് എന്റെ എക്സ്പെൻസ് എന്ന് വെച്ചാൽ അത് എപ്പോഴും 30,000 രൂപയല്ല. അത് നമുക്ക് കുറക്കാനും പറ്റും, കൂട്ടാനും പറ്റും. കൂട്ടാൻ വളരെ എളുപ്പമാണ്, കുറെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. കുറക്കാൻ എന്ത് ചെയ്യും, അനാവശ്യമായെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അത്ര അത്യാവശ്യമാണെന്ന് തോന്നാത്ത സംഭവങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസസിനെ കൂട്ടാനും കുറക്കാനും പറ്റും. അപ്പൊ കുറക്കാനുള്ള ഒരു എഫേർട്ടാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഓർത്ത് വെക്കാം. അപ്പൊ ഇപ്പൊ കൃത്യമായിട്ട് രമേശിന് അറിയാം, ഒരു മാസം എന്റെ അക്കൗണ്ടിൽ 50,000 രൂപ സാലറി വന്നു കഴിഞ്ഞാൽ ആ 50,000 രൂപ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. 30,000 രൂപ മാസത്തിന്റെ ചെലവുകളിലേക്കായിട്ട് പോയി, 6,000 രൂപ എമർജൻസി ഫണ്ടിലേക്ക് പോയി, 5,000 രൂപ കാറിന്റെ ഗോൾ അതായത് നമ്മുടെ ഡൗൺ പേയ്മെന്റിന് വേണ്ടിയിട്ട് പോയി, ഫ്രീഡം അത് SIP എന്ന പേരിൽ, അതായത് നമ്മുടെ ഒരു ഫ്രീഡം കോർപ്പസ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടി 8,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ബാലൻസ് ഒരു 1,000 രൂപയുണ്ട്. ഇത് എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സാലറി അക്കൗണ്ടിൽ കീപ്പ് ചെയ്യും. അതായത് പെട്ടെന്ന് എന്തെങ്കിലും ചെറിയൊരു ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ എന്ന രീതിയിൽ. അപ്പൊ ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്, അക്കൗണ്ടിൽ വരുന്ന സാലറിനെ അവിടെ ഫ്രീ ആയി നിന്ന് അതിന്റെ താല്പര്യത്തിനനുസരിച്ച് മൂവ് ചെയ്യാൻ അനുവദിക്കുന്നതിന് പകരം ഓരോ തുകയും രമേശ് എന്ത് ചെയ്യാണ്, മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഫണ്ടമെന്റൽ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള പൈസ ലിമിറ്റഡ് ആണ് എന്നറിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ ചുറ്റും 30,000 രൂപ ശമ്പളമുള്ള ആളും ജീവിക്കുന്നുണ്ടാവും, 50,000 ശമ്പളമുള്ള ആളും ജീവിക്കുന്നുണ്ടാവും, 1,50,000 2,00,000 ശമ്പളമുള്ള ആൾക്കാരും ജീവിക്കുന്നുണ്ടാവും. ഇവരൊക്കെ ജീവിക്കുന്നത് അവരുടെ വരുമാനത്തിനനുസരിച്ചാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര പൈസയാണോ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ജീവിക്കുന്നുണ്ടാവുക. അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസുകൾ നമ്മൾ കൺട്രോൾ ചെയ്യും എന്നുള്ളതാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഐഡിയ. അപ്പൊ ഇതിന്റെ ഒരു ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടക്കത്തിൽ രമേശ് വന്ന ശമ്പളം മുഴുവൻ എക്സ്പെൻസ് ആയിട്ട് കളയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നതോട്, ഒരു ബക്കറ്റ് സ്ട്രാറ്റജി കൊണ്ടുവന്നതോട് കൂടിയിട്ട് ഏകദേശം 2,28,000 രൂപയാണ് ഒരു വർഷത്തിൽ രമേശ് സേവ് ചെയ്യാം. അതായത് എമർജൻസി ഫണ്ടിലേക്ക് ഓരോ മാസവും 6,000 വെച്ചിട്ട് 12 മാസം 72,000 രൂപ വരും. കാർ ഗോളിലേക്ക് ഡൗൺ പേയ്മെന്റിലേക്ക് 5,000 രൂപ വെച്ച് 60,000 രൂപ വരും. ഫ്രീഡം ഇൻവെസ്റ്റ്മെന്റിലേക്ക് 8,000 രൂപ വെച്ച് 96,000 രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കൂടാതെ ഇതിന്റെ ഗെയിനും, ഒരു വർഷത്തെ ഗെയിനും ഏകദേശം കിട്ടും. അപ്പൊ ഇതിനേക്കാൾ കൂടുതലായിട്ട് എമൗണ്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ വളരെ ചെറിയ രീതിയിലാണ് രമേശ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു വർഷത്തിൽ തന്നെ ഏകദേശം 2,28,000 രൂപ വിവിധ ഗോളുകളിലേക്കും എമർജൻസി ഫണ്ടിലേക്കും ഫ്രീഡം കോർപ്പസിലേക്കും ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ സാലറി കുറവാണെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു ബക്കറ്റ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത് വഴി നിങ്ങളുടെ ട്രാൻസാക്ഷൻ അക്കൗണ്ട് വേറെയും, അതുപോലെ തന്നെ പേഴ്സണൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് വേറെയും, അതുപോലെ തന്നെ ഗോൾസിന് വേണ്ടിയിട്ടുള്ള തുകയൊക്കെ മാറ്റി വെക്കുന്ന വഴി വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന വളരെ പ്രഡിക്റ്റബിൾ ഫൈനാൻസ് ഉള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ എക്സ്പെൻസസ് നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് അതിനനുസരിച്ച് മാത്രമാണ് നിങ്ങൾ പൈസ എക്സ്പെൻസസിന് വേണ്ടി മാറ്റി വെക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര കുറഞ്ഞ ശമ്പളത്തിനായാലും നിങ്ങളുടെ ശമ്പളത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാനും ഗോൾസിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യാനും എമർജൻസി ഫണ്ട് ഡെവലപ്പ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആക്ച്വലി ഇവിടെ ജസ്റ്റ് സാലറിയെ മാനേജ് ചെയ്യോ പൈസയെ മാനേജ് ചെയ്യോ ഒന്നുമല്ല, മണി മാനേജ്മെന്റ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾക്കും ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം. ജസ്റ്റ് 3 ബാങ്ക് അക്കൗണ്ടുകൾ വേണം. ഈ 3 ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക,
ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള മന്ത്ലി എക്സ്പെൻസസിന് വേണ്ടിയിട്ടുള്ള തുക ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുക. അത് വെച്ചിട്ട് മാത്രം ആ മാസം ജീവിക്കാൻ പറ്റുക. ബാക്കി എത്ര പൈസ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ട് നിങ്ങളുടെ എമർജൻസി ഫണ്ടിനും ഗോൾസിനും വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ ഫ്രീഡത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. എമർജൻസി ഫണ്ട് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ഫ്യൂച്ചർ ഗോൾസിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതേസമയം നിങ്ങളുടെ എക്സ്പെൻസുകൾ കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്കായിരിക്കണം നിങ്ങൾ എത്തേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു 3 ബക്കറ്റ് സ്ട്രാറ്റജി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് നിങ്ങളുടെ 2 ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളതെങ്കിലും ഒരു മാസത്തെ എക്സ്പെൻസസ് കൃത്യമായിട്ട് ഒന്ന് ട്രാക്ക് ചെയ്യുക, എത്രയാണ് ചെലവ് വരുന്നത് എന്നുള്ളത്. അതിൽ കുറെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഉണ്ടാവും, ആ ചെലവുകൾ ഒഴിവാക്കാം എന്ന് കരുതിയിട്ട് അത് കുറച്ചിട്ടുള്ള തുക നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക്, ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് അത് ഉപയോഗിച്ച് മാത്രം ആ മാസത്തിലെ എക്സ്പെൻസസുകൾ പോകാൻ വേണ്ടി ശ്രമിക്കുക. വാരിയബിൾ എക്സ്പെൻസസ്, EMI മറ്റും ഒക്കെ മെയിൻ അക്കൗണ്ടിൽ നിന്ന് തന്നെ പോയിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ UPI പേയ്മെന്റ്, മറ്റുള്ള ഡെയിലി എക്സ്പെൻസസുകൾ അതിൽ നിന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ എക്സ്പെൻസ് എവിടെയാണ് പോകുന്നതെന്നും അതിൽ ഏതൊക്കെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അത് നിങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസസിനെ കൺട്രോൾ ചെയ്ത് എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലൈഫ് ഗോൾസിന് വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ പറ്റും. അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ആയിട്ട് മാസം ആദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി തുക അലോക്കേറ്റ് ചെയ്യാം, എക്സ്പെൻസസ് കൺട്രോൾഡ് ആയിട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാനലിൽ ഇത്തരത്തിലുള്ള സാലറി മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ ഫ്രീഡം തുടങ്ങിയിട്ടുള്ള ഐഡിയകളുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത്തരം ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.